الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرورنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നടത്തുകയാണ് വസിയ്യത്ത് ചെയ്യുന്നത്. നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കല്ലാപ്പൂർ സ്വദേശം സിദ്ദീഖ് അബ്ബാസ് സാഹിബിൻ്റെ മകൻ അൽ-അമീൻ മുസമ്മിൽ, മംഗളൂരു ബന്ദർ സ്വദേശി മുഹമ്മദ് ഹനീഫ് സാഹിബിൻ്റെ മകൾ നിഷാ ഫർഹാനും തമ്മിലുള്ള നിക്കാഹിന് സാക്ഷികളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് വിവാഹമെന്ന് പറയുന്നത്. അവന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിവാഹിതനായി കടന്നു വന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ദീനിന്റെ പകുതി പൂർത്തിയാക്കിയിരിക്കുന്നു, ബാക്കി പകുതിയിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നതായിരുന്നു. ഇതിന് വലിയ അർത്ഥതലങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതം അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ മാത്രം ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ, നിക്കാഹ് എന്ന് പറയുമ്പോൾ, ആ രൂപത്തിലുള്ള ജീവിതത്തിന് സഹായകമാകുന്ന ഇണകളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ സാധാരണഗതിയിൽ കല്യാണം കഴിക്കപ്പെടാറുള്ളത്. ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ. അവളുടെ ധനം നോക്കി വിവാഹം നടക്കാറുണ്ട്, അവളുടെ ഭംഗി നോക്കി വിവാഹം നടക്കാറുണ്ട്, അവളുടെ തറവാട് നോക്കി വിവാഹം നടക്കാറുണ്ട്, അവളുടെ ദീന് നോക്കി വിവാഹം നടക്കാറുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഖ്ഫർ ബിദാത്തി ദീൻ, ദീനിനാണ് മുൻഗണന, പ്രാമുഖ്യം നൽകേണ്ടത്. തെരിബത്ത് യഥാർത്ഥ, അത് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും ദീനിയായിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതിൽ നിന്നൊരു ഓഹരി പങ്ക് എടുക്കുവാനുമൊക്കെയാണ് ഇത്തരത്തിൽ ഇടങ്ങൾ അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളിൽ നിന്നുള്ള ഇടകളെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു എന്ന്. മാത്രമല്ല ലിതസ്കുനൂ ഇലൈഹ, അവളിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടകളെ സംവിധാനിച്ചു തന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും എല്ലാം അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അൽ അമീൻ മുസ്ലിമിലാണെങ്കിലും നിഷാ ഫർഹാൻ ആണെങ്കിലും ഒക്കെ മതപരമായി കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന താലിബുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മതപരമായ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതിൻ്റെ കൂടുതൽ വർഷങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അൽ അമീൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, വിഷയം അവളുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ രണ്ട് താലിബുകൾ തമ്മിലാണ് യഥാർത്ഥത്തിലുള്ള വിവാഹം നടക്കുന്നത്. ദീനിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബർക്കത്തും റഹ്മത്തും എല്ലാം അള്ളാഹു അവർക്ക് പ്രത്യേകമായി ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്നാൽ കുടുംബജീവിതം എന്നുള്ള നിലക്ക് അവർ രണ്ടുപേരും തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങൾ. ഹിഷയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ അൽ അമീനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും മനുഷ്യന്മാരാണ്. വിവാഹം കഴിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടങ്ങളുള്ളത് പോലെ, നമുക്ക് ആഗ്രഹങ്ങളുള്ളത് പോലെ, നമുക്ക് വേദനകളുള്ളത് പോലെ, നമുക്ക് സങ്കടങ്ങളുള്ളത് പോലെ നമ്മുടെ ഇണക്കും അങ്ങനെ വേദനകളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട് എന്ന് പരസ്പരം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. തൻ്റെ കാര്യം മാത്രം നോക്കി തൻ്റെ ഇഷ്ടത്തിന് മാത്രം മുൻഗണന നൽകി തൻ്റെ ഇണയെ തീരെ പരിഗണിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. സൗജ് എന്നാണ് അറബി ഭാഷ ഇണക്ക് വേണ്ടി പ്രയോഗിച്ചിട്ടുള്ളത്. സൗജ് എന്ന് മാത്രമാണ്. ആടിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സൗജ് തന്നെയാണ് പറയുന്നത്. പിന്നെ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് സൗജത്തി എന്ന പദപ്രയോഗം പ്രയോഗിച്ചു തുടങ്ങിയത്. ആണാണോ പെണ്ണാണോ ജീവിച്ചിരിക്കുന്നത് അറിയാൻ പറ്റും. അതല്ലാത്ത ഘട്ടത്തിൽ സൗജ് എന്ന ഇണ എന്ന അർത്ഥത്തിലാണ് അറബി ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയുന്നത്. മലയാളത്തിൽ പങ്കാളികൾ എന്ന് പറയുന്നത്, പങ്ക് എന്ന് പറഞ്ഞാൽ ഓഹരി, ഷെയർ, ഇങ്ങനെയാണ് പങ്ക് എന്ന് പറയുന്നത്. പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ഷെയർ എടുക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ ദുഃഖം രണ്ടാളുടെയും ദുഃഖത്തിൽ നിന്ന് ഓരോ ഷെയർ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ആ ദുഃഖത്തിന്റെ ഭാരം നടത്തുന്നത്. സന്തോഷമാണ്. ആ സന്തോഷത്തിൽ അവർ രണ്ടുപേരും പങ്കു ചേർന്നുകൊണ്ട് ആ സന്തോഷത്തിന് കൂടുതൽ നിറങ്ങൾ നൽകുന്ന, കളറുകൾ നൽകുന്ന സാഹചര്യം ഉണ്ടാവും. ഇതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നത്. അവിടെയാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇമ്പം എന്ന് പറഞ്ഞാൽ നല്ല താല്പര്യവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇമ്പം എന്ന് പറയുന്നത്. അപ്പൊ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകും, അതാണ് കുടുംബം. ആലോചിച്ച് വഹി ലഭിച്ച് ഇറാഖ് വഹിയിൽ നിന്ന് ഓടി വരുമ്പോ മുസലമാന്റെ മനസ്സിന്റെ അവസ്ഥ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് സമാധാനം നൽകാൻ എന്റെ ഇഷ്ടം അവിടെ ഉണ്ടാകുന്നതാണ്. അവിടെ എനിക്ക് പറഞ്ഞത് ജബ്ബിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അപ്പോ ഖദീജ ബീവി സമാധാനിപ്പിക്കാൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആളുകളുടെ ഭാരം ഇറക്കി വെക്കുന്നയാളാണ്, ആളുകൾ പ്രയാസങ്ങളിൽ അവരെ സഹായിക്കുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ നല്ല ഗുണഗണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞത്
നമുക്ക് എൻ്റെ കുടുംബക്കാരുടെ വർക്കത്തോടെ ഓഫിൻ്റെ അടുത്ത് പോയി നോക്കാം, നിങ്ങൾ എന്താണ് കണ്ടത്, എന്താണ് അനുഭവിച്ചത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് അദ്ദേഹം അതിനൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് നബിക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനം നൽകുന്ന രീതിയായിരുന്നു ഖദീജ ബീവി. അതുകൊണ്ട് തന്നെ ഖദീജ ബീവിയുടെ മരണശേഷവും വഫാത്താവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ കുറിച്ച് നബിക്കിനെ മദ്ഹ് അല്ലാതെ പറയാറുണ്ടായിരുന്നു. ആ മദ്ഹ് പറയുന്നത് കേൾക്കുമ്പോൾ ആയിഷ ബീവിക്ക് ചിലപ്പോഴെങ്കിലും ദൈവത്തിലുണ്ടാകാറുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ പറയും, ആ പല്ല് കഴിഞ്ഞ ഖുറൈശികളുടെ കൂട്ടത്തില് ആ പല്ല് കഴിഞ്ഞ വയസ്സിനെ തന്നെയാണ് നബി എന്നൊക്കെ ഇപ്പോഴും ഇങ്ങനെ മദ്ഹ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഖദീജ ബീവിയെ കുറിച്ച് അപ്പോൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാചാലരാകാറുണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ചു ജീവിതത്തിൽ ഇണകൾ എന്ന് പറയുമ്പോൾ ഇണകളെ ജീവിക്കുമ്പോൾ തന്റെ വിജയവും തന്റെ ഇണയുടെ വിജയവും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയും. താനെപ്പോഴും ജയിക്കുക, തന്റെ ഇണ എപ്പോഴും തോൽക്കുക എന്നതല്ല. താൻ ജയിച്ചു കഴിഞ്ഞാൽ അത് തന്റെ ഇണയുടെ കൂടി വിജയമാണ്. തന്റെ ഇണയുടെ പരാജയം തന്റെ കൂടി പരാജയമാണ്. അതല്ലെങ്കിൽ തന്റെ ഇണ ജയിക്കുമ്പോൾ താൻ പരാജയപ്പെടുമ്പോൾ തന്റെ ഇണ ജയിച്ചു എന്നൊരു സന്തോഷമാണ് ഉണ്ടാവുക. ആയിഷ ബീവിയും ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മളും നമ്മുടെ ഭാര്യകളെ ഓട്ട മത്സരം നടത്തുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അതായത് അത്ര കണ്ട് മനസ്സുകൾ അടുത്ത ആളുകളായിരുന്നു അവർ. ഒന്നിൽ നബി ജയിച്ചു, അടുത്തതിൽ ആയിഷ ബീവി ജയിച്ചു, രണ്ടിലും ജയിച്ചതാണ്. കാരണം തന്റെ ഇണയുടെ വിജയം തന്റെ വിജയമായി നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. ഈ നിലയ്ക്ക് നമ്മൾ കുടുംബജീവിതത്തെ കാണേണ്ടതാണ്. കൂടുതൽ ഉപദേശങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ എന്നുള്ളൊരു വേദിയല്ല ഇത്. അൽഹംദുലില്ലാഹ് ഇന്ന് വിവാഹങ്ങൾ എന്ന് പറയുന്നത് വലിയ തോന്നിവാസങ്ങളായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തികച്ചും മാതൃകാപരമായി പള്ളിയുടെ ഉള്ളിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്ന് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പല തോന്നിവാസങ്ങളും ധൂർത്തുകളും ഒക്കെയാണ് മുസ്ലിം വിവാഹങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള കാരണവന്മാരും അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയുന്ന ആളുകളും ഒക്കെ അതിനെതിരെ കൃത്യമായി ശബ്ദിക്കേണ്ടതുണ്ട് എന്നത് കൂടി ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. എനിക്ക് വിവാഹിതരാകുന്ന ഈശയോടും അതുപോലെ തന്നെ അല്ലാമീൻ മുസമ്മിലിനോടും ഒക്കെ പറയാനുള്ളത്, അള്ളാഹുവിന്റെ മസ്ജിദ് മാത്രമായിരിക്കണം നിങ്ങൾ ഈ വിവാഹത്തിലൂടെ ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ അള്ളാഹുവിന്റെ മസ്ജിദ് മാത്രം ഉദ്ദേശിച്ച് വിവാഹം കഴിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ധന്യരാക്കും, സമ്പന്നരാക്കും എന്നത് അള്ളാഹു ഏറ്റെടുത്ത ദൗത്യമാണ്. കേവലം ശരീരങ്ങൾ തമ്മിൽ യോജിക്കൽ മാത്രമല്ല വിവാഹത്തിൽ നടക്കുന്നത്. കേവലം ലൈംഗിക താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഒരു വഴി മാത്രമല്ല വിവാഹം എന്ന് പറയുന്നത്. മറിച്ച് അടുത്ത ഒരു ഉത്തമമായ മുസ്ലിം തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു അതല്ലെങ്കിൽ ഒരു കെട്ടുറപ്പാണ്. അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് പോലെയുള്ള ഒരു കുടുംബ നിർമ്മാണമാണ് വിവാഹത്തിലൂടെ നടക്കുന്നത്. വിവാഹം എന്നുള്ളത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തലമുറ വിവാഹത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ കുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച കാര്യമാണ് കുടുംബവും കുടുംബ കെട്ടുറപ്പുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിവാഹിതരാകുമ്പോൾ അൽഅമീനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ 2 ഉപ്പമാരും ഇന്ന് മുതൽ 2 ഉമ്മമാരും, അതുപോലെ തന്നെ ഇശയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ 2 ഉപ്പമാരുണ്ട്, 2 ഉമ്മമാരുണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 ഉപ്പമാരായി തന്നെ കാണാൻ കഴിയണം. 2 ഉമ്മമാരെ ആ ഉമ്മമാരായി കൊണ്ട് തന്നെ കാണാൻ കഴിയണം. അതുപോലെ തന്നെ ദിശയുടെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ മകൻ കൂടി ഇപ്പൊ ലഭിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ അലമീന്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മകളെ കൂടി ലഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് സ്വന്തം മക്കളെ എങ്ങനെയാണ് തിരുത്തി കൊടുക്കാറും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാറൊക്കെ ഉള്ളത് അതേപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. പലപ്പോഴും കുടുംബ ജീവിതത്തിൽ അതൊരു വലിയ പ്രശ്നമായി കൊണ്ട് കാണാറുണ്ട്. അത് ഒരിക്കലും പ്രശ്നമായി കാണേണ്ട കാര്യമല്ല. സ്വന്തം ഉമ്മയെ പോലെ കണ്ടാൽ, സ്വന്തം മക്കളെ പോലെ കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളിലുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടുന്ന ദമ്പതികൾക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യം വിവാഹം കഴിയുന്നതോടുകൂടി അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന മാത്രമാണ്. ആ പ്രാർത്ഥന എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം
രണ്ട് മനസ്സുകൾ തമ്മിൽ യോജിക്കുക എന്നത് അത് അള്ളാഹുവിന് മാത്രം യോജിപ്പിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് രണ്ട് മനസ്സുകൾ തമ്മിൽ യോജിക്കുക. രണ്ട് മനസ്സുകൾ തമ്മിൽ യോജിക്കാതെ ഏത് രൂപത്തിലുള്ള യോജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അവിടെ പ്രയാസങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ നിശക്ക് അൽ-അമീൻ ഒരു ആഭരണമാണ് മഹറായി നൽകുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരു കുടുംബങ്ങളിലും രോഗങ്ങളോട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا وارحم والدينا كما ربونا صغارا آمين برحمتك يا ارحم الراحمين وصلى الله على محمد. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. എൻ്റെ മകൾ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് ഇണയാക്കി തൃപ്തിപ്പെട്ടതെന്ന് താങ്കളുടെ മകൾ ഷാഫർഹാനെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ച് ഇണയാക്കി തൃപ്തിപ്പെട്ടു തന്നതിന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. بارك الله لكم وبارك عليك وجمع بينكم خير وعافية. بارك الله لك وبارك عليك وجمع بينكم في خير. بارك